ഇത്രയും കൂടുതൽ ആൾക്കാർ കരഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങളാണ്. മറ്റേ പ്രവചന സിംഹം സുഷിൻ മറ്റേ ഇടക്ക് വെച്ച് പ്രവചിച്ചു കഴിഞ്ഞപ്പോ സീൻ മാറ്റെന്ന് പറഞ്ഞ് അപ്പത്തേക്ക് മറ്റേ ആൾക്കാർ വേറെ മൂഡിലേക്ക് കയറിയോ എന്ന് നമുക്ക് തോന്നിപ്പോയി. കാര്യം മറ്റേ എന്നാ പിന്നെ എന്താണ് ഇവന്മാരൊക്കെ പറഞ്ഞത് കാണുമല്ലോ. എനിക്കത് ഒന്നര 2 കൊല്ലമൊക്കെ തീരെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൺ പോലും വിളിക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഹോട്ട് കാരിയർ ചിലപ്പോ അവൻ രാത്രി ഒന്നും ഷെയർ ചെയ്യില്ല, ചപ്പാത്തി ചിക്കൻ ഉണ്ടാവും. അപ്പൊ അന്നാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം. ചപ്പാത്തി ചിക്കൻ കറിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമയിൽ. ഇവരുടെ എല്ലാവരുടെ ഒരു സിനിമ, ആ സിനിമയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ തിയേറ്ററിലേക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു സിനിമ കാണാൻ പോയവരെയൊക്കെ എന്താന്നറിയാൻ വേണ്ടിട്ട്. പിടിച്ചതെല്ലാം പുലിവാലടാ, കാണ്ടമൃഗത്തിന്റെ തോലടാ, അഴുകി പിറന്നവരാണടാ, മുഖങ്ങൾ നീന്തുന്ന ആളടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഒരു ഗുണമുള്ള തോളടാ. മഞ്ഞുമൽ ടീംസ് നമുക്കൊപ്പം. എനിക്ക് ചന്തുവിന് ഭയങ്കര ഇഷ്ടമായി. സിനിമ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ശരിക്കും സലീംകുമാറിനെ പോലെ തന്നെ ഒരു മാറ്റം. അതാണ് ഇഷ്ടമുള്ള കാരണം. ചിലപ്പോ അതായിരിക്കും. കണ്ണിങ്ങനെ ഇങ്ങനെ പാതി അടഞ്ഞു കണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, കവിതയിലൊക്കെ പറയുന്ന പോലെ രസമുണ്ടായിരുന്നു. ഈ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കെണിയിൽപ്പെടുന്നു, രക്ഷപ്പെട്ട് പുറത്തു വരുന്നു. അപ്പൊ നിങ്ങളുടെ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, ഈ കഥ കൺസീവ് ചെയ്ത് എഴുതി സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അതായത് ഈ ഇത്രയും വലിയ ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോൾ ഒരു എനർജി വേറെയാണല്ലോ. അന്ന് കിട്ടിയ ഒരു മൊമെന്റ്, ആ ഒരു ഹൈ മൊമെന്റ് എന്തായിരുന്നു? അത് വർക്കായി എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അപ്പൊ എന്താ തോന്നി? ഭയങ്കര ഇമോഷണലി ഇതായിരുന്നു. ആക്ച്വലി കരഞ്ഞു, സത്യം പറഞ്ഞാൽ കരഞ്ഞു. നമ്മുടെ പടം കണ്ടിട്ട് നമ്മൾ തന്നെ കരഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആക്ച്വലി. അതും നമ്മുടെ ആ ഷോന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒന്നുമില്ല, ആദ്യം ലൈക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ക്രൂ, ഫ്രണ്ട്സ് ഉണ്ട്. മോർ ദാൻ ദാറ്റ് നമ്മുടെ ഒറിജിനൽ ബോയ്സ് നമ്മുടെ കൂടെ ഉണ്ട്. റിയൽ വേഴ്സസ് റിയൽ ബോയ്സ് ഒരുമിച്ചിരുന്ന് ആ സിനിമ കാണുകയാണ്. അപ്പോൾ അവർക്കത് എത്രത്തോളം ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം അത് കിട്ടി എന്നുള്ളതാണ് നമ്മൾ. പക്ഷെ അവരുടെ ഫേസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ പല സന്തോഷം വേറെ ഒന്നുമില്ല. കാരണം നമുക്ക് മോറോവർ ഇത് ഈ സിനിമ നമ്മൾ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ മോർ ദാൻ ദാറ്റ് ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ഫോർ ദ ഒറിജിനൽ ബോയ്സ്. അപ്പോൾ അത് വർക്കായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ശരിക്കും ഈ പടം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങുമ്പോൾ അവര് ആ കുഴപ്പമില്ലടോ, നല്ല കുഴപ്പമില്ല, അതല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വിഷമായി പോയാൽ തീർന്നു പോയത്. പക്ഷെ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് മറ്റേ ഫുൾ കരഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ ആക്ച്വലി ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, ഇത്രയും കൂടുതൽ ആൾക്കാർ കരഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങളാണ്. അതെ അതെ, എന്റെ സ്വന്തം അച്ഛനും അമ്മയും വരെ കരഞ്ഞിട്ട്, അത് അച്ഛനും അമ്മയും കരയുമ്പോ നമ്മൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷെ അത് കണ്ട് സന്തോഷിക്കാൻ പറ്റിയൊരു നിമിഷം ഇതായിരുന്നു. ചന്തുവിന് എന്തായിരുന്നു ആ മൊമെന്റ്? എനിക്ക് അതുപോലെ തന്നെ കണ്ണ് തള്ളിപ്പോയിന്ന്. തള്ളി. ഞാനും ബാസി ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞാൻ താഴെ ഇരുന്ന് കയറുന്നു, ബാസി മുകളിൽ ഇരുന്ന് കയറുന്നു. ബാസി സമ്മതിക്കില്ല. ബാസി എന്റെ അടുത്ത് എല്ലാവരുടെ വന്നിട്ട് ബാസി പറഞ്ഞു, ഓ ചന്തു എന്ത് കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചില്. ഞാൻ ക്ലൈമാക്സ് ഒക്കെ അടുക്കറിയപ്പോഴാണ് കരഞ്ഞു തുടങ്ങിയത്. ബാസി സിനിമ തുടങ്ങുമ്പോ തൊട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ മുകളിൽ ഇരുന്നിട്ട്. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു, ശ്രീനാബാസിയും സൗബിനും കൂടി കെട്ടിപ്പിടിച്ചിട്ട് സൗബിൻ കരയുന്ന ഇമോഷണൽ ആവുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ് ആ സിനിമ എന്നുള്ളത് കൂടി. ഇപ്പൊ പറഞ്ഞല്ലോ, അവര് കണ്ടിട്ട് അവരുടെ അഭിപ്രായം, അവർ ആദ്യമായിട്ട് ഈ റിലീസ് ആയപ്പോഴാണോ സിനിമ കണ്ടത്? അതിന് മുമ്പൊന്നും കാണിച്ചിരുന്നില്ല. ഇല്ല, അവർക്ക് അതാണല്ലോ, അവർ ആ ക്രൗഡിൽ നിന്നിട്ട് അവരുടെ ഫാമിലി അവരൊക്കെ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ ലൈക്ക് അവരെക്കാൾ കൂടുതൽ അവർ ചിലപ്പോൾ അവരുടെ ഫാമിലി, അവരുടെ ഭാര്യയോ അവരുടെ മക്കളോ, അവരെന്താണ്, അവരുടെ അച്ഛൻ എന്താണ് അനുഭവിച്ചാൽ, അവരുടെ ഭർത്താവ് എന്താണ് അനുഭവിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ മോൻ എന്താണ് അനുഭവിച്ചെന്ന് സ്ക്രീനിൽ അവരുടെ അടുത്ത് കാണുമ്പോൾ കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് സ്പോയിൽ ചെയ്യാൻ അവിടെ. അപ്പൊ അവര് മുമ്പേ കാണിക്കുന്നതിൽ അതിൽ അർത്ഥമില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് അത്രയും ജനങ്ങളോട് ഇരുന്നിട്ട് അവരുടെ കയ്യടി കിട്ടുമ്പോ, അത്രയും ജനങ്ങൾക്ക് ഈ കയ്യടി കിട്ടുന്നത് നമുക്കല്ല, അവർക്കാണ്. അല്ല, നമുക്കും ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഹൈ അതിനകത്തായിരുന്നു. കാര്യം പടം സിനിമ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലൈമാക്സ് എല്ലാം കഴിഞ്ഞ് ഇവരുടെ ഒറിജിനൽ ഫോട്ടോസ് കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു കൈയടി ഉണ്ട്. അത് അവരുടെ ആ ഒരു സുഹൃത്ബന്ധത്തിന്റെ ഒരു ആഴത്തിന് കിട്ടുന്ന ഒരു കൈയടിയാണ്. ആ ആഴത്തിലേക്ക് ഇറങ്ങിയ ആ സുഹൃത്തുക്കളുടെ ആഴത്തിലുള്ള സുഹൃത്ബന്ധം കണ്ടിട്ടുള്ള ഒരു കൈയടിയാണ്. അത് ഒരു അടിപൊളി പരിപാടിയായിരുന്നു. അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ നമുക്ക് അതിനേക്കാൾ വലിയ അഭിമാനമുണ്ട്. അതാണ് നമ്മുടെ ഹൈ. ഇപ്പം ബാലു പറഞ്ഞിട്ട് ആ ഹൈ ആണ് ഏറ്റവും കൂടുതൽ.
നമ്മൾ അവരുടെ ഒരു എന്തെങ്കിലും ഒരു ജസ്റ്റിസ് പുലർത്തിന്ന് നമുക്ക് തോന്നുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അതെ, 100% പുലർത്തി. ഞാൻ ആ സിനിമ കൊണ്ട് കുറേ സ്ഥലങ്ങളിൽ കരഞ്ഞു, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം കുറേ സ്ഥലത്ത് നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാവുമെന്നറിയില്ലേ. ഈ ഒരു സിനിമ വർക്കായി കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതും ഒരു പാർട്ടായിരുന്നു. ഇത് എവിടെയും പാളിപ്പോകാതെ അത് വർക്കായി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വർഷം കണ്ട ഏറ്റവും വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സർവൈവൽ, ഈ പറഞ്ഞ പോലെ സർവൈവൽ ത്രില്ലറാണ്, എവിടെയെങ്കിലും ലാഗ് ചെയ്യോ, സർവൈവൽ പാർട്ടിലേക്ക് വരുമ്പോൾ ലാഗ് ചെയ്യോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആശങ്കയുണ്ട്. പക്ഷെ കണ്ടപ്പം പിന്നെ നമ്മൾ എവിടെയും ഒന്നും ചിന്തിച്ചില്ല, അത് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ആദ്യം ഈ നമ്മൾ പടത്തിന് വേണ്ടി, ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കൂടി വർക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. നമുക്കറിയായിരുന്നു പടം നമ്മളൊരു ഒരു കലക്കൻ സാധനം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയായിരുന്നു. ഡെഫിനറ്റ്ലി അത് പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും ഈ ആക്ടേഴ്സിനും എല്ലാവർക്കും അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് പടത്തിന് ഇത്രയും രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സുഷിൻ മറ്റേ പ്രവചന സിംഹം സുഷിൻ മറ്റേ ഇടക്ക് വെച്ച് പ്രവചിച്ചു കഴിഞ്ഞപ്പോ സീൻ മാറ്റെന്ന് പറഞ്ഞ് അപ്പത്തേക്ക് മറ്റേ ആൾക്കാർ വേറെ മൂഡിലേക്ക് കയറിയോ എന്ന് നമുക്ക് തോന്നിപ്പോയി. കാര്യം മറ്റേ എന്നാ പിന്നെ എന്താണ് ഇവന്മാരൊക്കെ പറഞ്ഞത് കാണണമല്ലോ. ശരിക്കും ജാനമേന് ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നല്ല സിനിമ നമ്മൾ ചെയ്തു വെച്ചിട്ട് നമുക്ക് അറിയായിരുന്നു അത് ഇന്നല്ലെങ്കിൽ നാളെ ആൾക്കാർ റിയലൈസ് ചെയ്യും, അത് കണ്ടിട്ട് ആൾക്കാർ പറയും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ആൾക്കാർ മറ്റേ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് എടുക്കും നമുക്കറിയില്ല. എന്താണ് ഇവന്മാർ ചെയ്തു വെച്ചേക്കണം എന്നുള്ളൊരു പരിപാടി അത് നമുക്കൊരു വലിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ടപ്പോ ആ പേടിയെല്ലാം മാറി. ഇന്നലെയാണ് ആക്ച്വലി ഞങ്ങള് പേടി മാറിയിട്ട് ഇന്നലെയാ കണ്ടപ്പോഴല്ല, ഞങ്ങൾ ഇന്നലെ തിയേറ്ററിൽ ഞങ്ങൾ എല്ലാരും കൂടെ ഞങ്ങള് പോയി കണ്ടു. നമ്മളെ ഈ കുറച്ച് മറ്റേ ഇപ്പം FTFS റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മള് ലൈക്ക് നോർമൽ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്നിട്ട് ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ കാണുന്നത്. ആക്ച്വലി മാസ്ക് വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം പോയിരുന്ന് കണ്ടത്. പക്ഷെ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ ആൾക്കാർ മറ്റേ റിയലൈസ് ചെയ്ത് മറ്റേ ആൾക്കാരായിട്ട് കൂടെ ആയിന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലായി. ഓക്കെ, ചന്തു, ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കഥ അറിയാം, ഇതെങ്ങനെ ചെയ്തു വെച്ചേക്കുന്നു എന്നറിയാം. പക്ഷെ ഞാൻ ചോദിച്ച പോലെ തിയേറ്ററിൽ വർക്ക് ആവുക എന്നുള്ളതാണല്ലോ എൻഡ് ഓഫ് ദ ഡേ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് ഈ ഒരു മാസിന്റെ പൾസ് എന്താ, അതിന്റെ വൈബ് എന്താ നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ല സിനിമയാണ്, പക്ഷെ ഈ മാസ് ഏറ്റെടുക്കുന്ന ഒരു ഉറപ്പ് എപ്പോഴാണ് ഉണ്ടായേ? മാസം ഏറ്റെടുക്കുന്നത് അത് പടം കണ്ടപ്പോൾ തന്നെയാണ് മനസ്സിലായത്. അതിന് നമുക്കറിയാം നമ്മളതൊരു നല്ല സിനിമയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മളൊരു ഒരു ആവറേജ് പടം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഭയങ്കര വിഷമായി പോയത്. ഇതിപ്പോ ആൾക്കാര് നല്ല പടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഹാപ്പി ആയത്. അല്ലെങ്കിൽ ഒരു സാധാ പടം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ബാഡായിരിക്കും. ഇപ്പൊ അതിനകത്ത് വേറൊരു സംഭവം ഞാൻ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി, കാര്യം ഒരു മാസ് പടം എന്ന് പറയുമ്പോ ഒരു മാസ് ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അതൊരിക്കലും മറ്റേ എല്ലാ മാസ് പടം ഇപ്പൊ KGF കാണുന്ന പോലത്തെ ഒരു കയ്യടിയല്ല നമ്മുടെ ഈ സിനിമയിലേക്ക് കിട്ടുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ മറ്റേ വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും അങ്ങനത്തെ കടുകട്ടി ഡയലോഗുകൾ പരിപാടിയും സംഭവം കഴിഞ്ഞിട്ടല്ല ഇതിനകത്ത് കൈ കിട്ടും. ചില സൈലൻസിനകത്ത് ഇതിനകത്ത് കൈ കിട്ടുന്നു. അപ്പൊ അതിനകത്ത് കിട്ടുന്ന ഒരു സുഖം അത് വേറെയാണ്. നമ്മൾ മറ്റേ ഒന്നുമില്ല, ചില റിയാക്ഷൻസിൽ കൈയടി കിട്ടുമ്പോ അതിനകത്ത് കിട്ടുന്ന ഒരു ഫീല്, ആ ഫീൽ അത് വേറെ തന്നെയായിരുന്നു. ഇപ്പം കാസ്റ്റിംഗ് ഡയറക്ടർ കൂടി ആയിരുന്നല്ലോ ഗണപതി. ഇതില് കാസ്റ്റിനെ കാണുമ്പം എവിടെ ആരും ഒരു മാറി നിൽക്കുന്നവരല്ല, അത്രയും ബ്ലെൻഡാണ്. ഇത് കണ്ടുപിടിച്ച എങ്ങനെയാ? ഈ ഇവരെ പരിചയപ്പെട്ട് ഇവരുടെ കഥ കേട്ട് അതിനുശേഷം അവരുമായി താരതമ്യം ചെയ്ത് തന്നെയാണോ ആളുകളെ തപ്പിയെ? ഫസ്റ്റ്ലി ഇതിന്റെ ഈ കാസ്റ്റിങ്ങിനൊക്കെ കിടക്കുന്നതിന് നമ്മൾ ഡോക്യുമെന്ററി പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെന്ററി ചെയ്ത് തുടങ്ങിയിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കാസ്റ്റിംഗ് ചെയ്തു പറഞ്ഞു. അപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഇതിന്റെ ഈ ക്യാരക്ടേഴ്സിന്റെ ഡോക്യുമെന്ററി ഇവരുടെ ബിഹേവിയർ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവരെ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ കുറച്ച് ഇപ്പം 600 ക്യാരക്ടർ ഭയങ്കര ലൗഡർ ക്യാരക്ടർ, അപ്പം അവരെ ഡയറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്കറിയുന്ന ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് അറിയുന്ന ഒരു ഇതിൽ നമ്മളെന്ന് വെച്ചാൽ ഒരു ആക്ടറെ കണ്ടുപിടിക്കുക എന്നതിലുപരി നമ്മൾ ഈ ടീം മൊത്തം ഭയങ്കര ബ്ലെൻഡ് ആവണം. ലൈക്ക് നമ്മൾ ഈ സിനിമ കാണുമ്പോഴറിയാം, നമ്മൾ ഈ സിനിമ ഓരോരുത്തരെയും പരിചയം, ഇത് ഇന്ന ആള്, ഇവൻ ഇങ്ങനെയാണ്, ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞല്ല പോകുന്നത്. അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മൊമെന്റിലാണ് നമ്മൾ ഈ സിനിമ കയറുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ പോലും ഇവർ ഇത്രയും വർഷം പരിചയമുള്ള ഒരു ആൾക്കാരായിട്ട് തോന്നണം എന്നുള്ളൊരു ഒരു ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്. അപ്പോൾ അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കണ്ടത്. അങ്ങനെയാണ് ബോയ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിൽ കുറച്ചും കൂടെ ഭയങ്കര രസവും അങ്ങനെ നമുക്കറിയാത്ത രീതിയിൽ നിന്ന് ബ്ലെൻഡ് ആയിട്ടേക്കുന്നത് ചന്തു, വിഷ്ണുവിനെ അറിയാം, പക്ഷെ എന്നാലും വിഷ്ണുവായിട്ട് കുറെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. വിഷ്ണു രഘു, പിന്നെ അരുൺ കുര്യൻ,
പിന്നെ ബാക്കി നമുക്ക് ഏകദേശം ദീപക്കായാലും ബാലുപ്പയായാലും പിന്നെ എനിക്ക് ഏറ്റവും അതിലും ഇഷ്ടപ്പെട്ട ബാലുവും ജീൻചാട്ടും തമ്മിലൊരു കെമിസ്ട്രി. ഇവര് റിയൽ ലൈഫിലും ബ്രദേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ഞാൻ കണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ബാലുപ്പയും ജീൻചാണ്ടും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനല്ല, ഞാൻ പറഞ്ഞത് ഭയങ്കര റെസ്പെക്റ്റോടുള്ള. പക്ഷെ ഇതിന് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ ഇഷ്ടപ്പെടാത്ത അങ്ങനല്ല. എന്നാൽ പോലും ഒരു മൊമെന്റിൽ അവരുടെ ബ്രദറിന്റെ ഒരു ബ്രദർഹുഡ് കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ തമിഴ് ക്യാരക്ടേഴ്സും അതാണ് കുറച്ചും കൂടെ ലൈക്ക് അത് എനിക്കിങ്ങനെ കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ഇത് ഒരു ടൈമിൽ ഞാൻ ഡ്രോപ്പ് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരുന്നു. കാരണം അങ്ങനെ ചെയ്ത് വരുമ്പം ഒരു സുഷിൻ വരുന്നു, വിവേകർഷ വരുന്നു, ഷൈജുക്ക ഇന്നാവുന്നു. അതിനൊക്കെ മുമ്പാണ് കാസ്റ്റിങ്ങിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്. ഇതൊരു ചെറിയ പരിപാടിയല്ല നമ്മൾ ഏറ്റെടുത്തേക്കണ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ എന്നാലും ചിതുവാണ് എൻ്റെ അടുത്ത് നീ ചെയ്താൽ മതി, പറ്റും, പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ചെന്നൈ പോയിട്ട് ഇതിന്റെ കാസ്റ്റിംഗ് പരിപാടിയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ അതിന്റെ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ചിതു വന്നു. അപ്പൊ ചിതുവിന് വർക്കായി. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി 60, 70, 80 വരെ തന്നെ നമ്മൾ ചെന്നൈയിൽ നിന്ന് കാസ്റ്റ് ഉണ്ടായിരുന്നു പല സമയങ്ങളിലായിട്ട്. നേരിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് 150, 200, 100ഓളം ഫയൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമ്മളിങ്ങനെ ഓരോരുത്തരിങ്ങനെ ചെയ്തു. അപ്പോൾ അതിൽ ഒരു ഇതുണ്ടായിരുന്നു പറഞ്ഞാൽ തമിഴ് ക്യാരക്ടേഴ്സിൽ നമുക്കിപ്പോൾ തമിഴിൽ ഈ സിനിമ കാണിക്കുമ്പോൾ പോലും അതിൽ കുറച്ച് നോൺ ഫേസും അവർക്ക് കണ്ടു പരിചയമുള്ള നോൺ ഫേസും വേണം, അല്ലാതെ പുതിയ ഫ്രഷ് അങ്ങനെ അങ്ങനത്തെ ഒരു മിക്സ് ആയിരുന്നു ഇതിൽ. ജോർജ് മരിൻ ഉണ്ട്, റാംസി ഉണ്ട്. അല്ലാതെ തന്നെ ഇതിൽ കതിരേശൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തിരുന്നത് അതേൾക്ക് ബുദ്ധിയായിട്ട് വന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അങ്ങനത്തെ 2-3 പിന്നെ ഒരു ഡോക്ടർ ഉണ്ട്. അവരൊരു സീനൊക്കെ ഉള്ളൂ. അവരൊക്കെ പുതിയായിട്ട്, പക്ഷെ അവരൊക്കെ ഡ്രാമ ആർട്ടിസ്റ്റുകളാണ്. അവരൊക്കെ നമ്മൾ ഇത് ചെയ്ത് ലൈക്ക് എന്താ പറയണ്ട, വിജയ് മുത്തു നമ്മുടെ SI ക്യാരക്ടർ വിജയ് മുത്തു ഉണ്ട് പടങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ പോലും ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തു. ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ആളൊക്കെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അതെ. അപ്പൊ അത് ഞാൻ എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു. കാരണം നമ്മളിതിൻ്റെ ആദ്യം ഇങ്ങനെ ഈ പരിപാടി എന്താണെന്ന് അറിയില്ല, പക്ഷെ ചെയ്ത് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു സുഖം തോന്നി. നമ്മളിങ്ങനെ ആൾക്കാരെ ഇങ്ങനെ പിക്ക് ചെയ്യുക, അവരുടെ പെർഫോമൻസ് കാണുക. അപ്പം നമുക്ക് ഒരു ടാലന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതും അതും എന്താ പറയണ്ട ഒരു പരിപാടിയാണ് കാസ്റ്റിംഗ് ഡയറക്ഷൻ. അതപ്പം മലയാള സിനിമയിൽ എനിക്കറിയില്ല, ഇപ്പൊ അധികം മലയാള സിനിമയിലൊന്നും അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ആരും അങ്ങനെ പറയാനോ അല്ലെങ്കിൽ അതിനൊരു മെൻഷൻ കൊടുക്കാനോ നിന്നിട്ടില്ല. എനിക്കറിയില്ല, അതിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പല സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് ഇതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് സംഭവം. കാര്യം ഈ തമിഴ് ക്യാരക്ടേഴ്സിനെ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവര് അത്രയും ദിവസം ചെന്നൈ പോയി നിന്ന് അത്രയും ആർട്ടിസ്റ്റുകളെ ഇന്റർവ്യൂ ചെയ്യുന്നു, അത്രയും ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അവര് പെർഫോം ചെയ്ത് നോക്കുന്നു, ഓഡിഷൻ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു വലിയ പ്രോസസ്സ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളും അത് ആക്ച്വലി ഇതിന്റെ എല്ലാം നമുക്ക് വലിയ ക്രെഡിറ്റ് തന്നെ കൊടുക്കണം നമ്മുടെ പ്രൊഡ്യൂസറിനും കൂടിയാണ്. കാര്യം അയാള് നമ്മളുടെ കൂടെ ഇങ്ങനെ നിന്നുകൊണ്ട്, കാര്യം ഇത്രയും വലിയൊരു പ്രൊജക്ട്, ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർസ് പോലത്തെ ഒരു പരിപാടി ഇല്ലാത്തൊരു പ്രൊജക്ടിന് ഇത്രയും കോടികൾ മുടക്കുന്നു. ഒരു സാധാരണ മലയാള സിനിമ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. പക്ഷെ അതിന്റെ ഇടയിൽ എന്നിട്ട് പടത്തിന്റെ അടുത്തുള്ള, സ്ക്രിപ്റ്റിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ ഡയറക്ടറുടെ അടുത്തുള്ള കോൺഫിഡൻസ് വെച്ചിട്ട്, ആ സിനിമയുടെ അടുത്തുള്ള കോൺഫിഡൻസ് വെച്ചിട്ട് ഇത്രയും പൈസ ഇതിനകത്ത് മുടക്കുന്നു, പ്രീ പ്രൊഡക്ഷൻ ഇത്രയും മുടക്കുന്നു. നമ്മൾ ചിലപ്പോൾ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ഇനിയിപ്പം മുടക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുടക്കണ കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, പ്രീ പ്രൊഡക്ഷൻ ഇത്ര മുടക്കും. നമ്മളില്ല, ഇതിന് ഇത്രയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ വേണം എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. അത് വളരെ കാസ്റ്റിംഗിലായപ്പോലും നമുക്കിപ്പോ മിക്കവാറും അറിയുന്ന ആൾക്കാരെ വിളിച്ചോ, നമുക്ക് നോർമലി നമുക്ക് അറിയുന്ന ആർട്ടിസ്റ്റുകളുണ്ടോ, പക്ഷെ അതല്ല, നമുക്ക് അവിടെ പോകണം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതിന് ലൈക്ക് യു ഗോ ആൻഡ് ഡു ഇറ്റ്. ലൈക്ക് അപ്പൊ നമ്മളതിന് ഒരാഴ്ച സമയത്തോടെ നിൽക്കുന്നു, ചെയ്യുന്നു, പരിപാടിയൊക്കെ ചെയ്യുന്നു. അപ്പൊ അതിനൊന്നും യാതൊരു ചോദ്യം ചെയ്യലുകളില്ല. എന്തിനാ അത്ര അവിടെ നിൽക്കുന്നു, എന്തിനാ നിൽക്കുന്നു, എന്തിനാ അവിടെ ലൈക്ക് അങ്ങനെയല്ല. ലൈക്ക് അത്രയും വിഷൻ ഉണ്ട്, അത്രയും വിഷനുള്ള ഒരു പ്രൊഡ്യൂസറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് തന്നെയാണ് ഇതിന്റെ കോൺഫിഡൻസ്. ഇപ്പൊ ചന്തു എപ്പോഴാണ് ഇതിലേക്ക് ഉണ്ടാവുന്നത്? ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? ചന്തുവിന്റെ ഒരു ക്യാരക്ടർ പരിപാടി നമ്മളുടെ ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു ട്രിക്കി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നിൽക്കുന്നതിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, 3-4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഞാൻ 4 ഓപ്ഷൻസിൽ ഇൻക്ലൂഡിങ് ചന്തു ഉണ്ടായിരുന്നു. കാരണം ചന്തുവിന്റെ ഫേസും കണ്ടൊക്കെ ഭയങ്കര പ്രത്യേകതയുള്ളൊരു ഫീച്ചേഴ്സ് ഉള്ളൊരു മുഖമാണ് ചന്തുവിന്റെ. അപ്പം ആ കൂട്ടത്തിൽ 3-4 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ സവിക്കോടാ ഇവൻ ചന്തു, ഇത് കൊള്ളാം, ചന്തുവിനെ അറിയാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഓപ്ഷൻസിൽ ചന്തു ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ ഞാൻ വിളിച്ചോളാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ ചന്തുവിനെ ബന്ധപ്പെടുന്നത്.
മറ്റേ ഹൈറ്റ് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ ഇപ്പോഴൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ ഇവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആദ്യം എടുക്കുന്ന ഫോട്ടോ കാസ്റ്റിങ്ങില്. അത് ഇപ്പൊ ഞാൻ ഇന്നും കൂടെ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ അങ്ങനെ ചിതു വർക്കായി, എല്ലാവർക്കും വർക്കായി, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഫസ്റ്റ് ഇതിൽ തന്നെ. പിന്നെ ചന്തു അപ്പൊ തന്നെ ലോക്കായിരുന്നു. ഇതിൽ ചോദിക്കുന്ന വേറൊരു കാര്യം, അതായത് ഡ്രൈവറായി വന്ന ചേട്ടൻ കൊള്ളാം എന്ന പോസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഖാലിദ് റഹ്മാനെ അഭിനയിക്കാൻ വിളിക്കാൻ ആ ഒരു തോട്ടം? റഹ്മാൻ ആഷ്റഫ് ഹംസാദിന്റെ ഒരു പടം എന്താ പറയണ്ട, സുലൈഖ മൻസിലിന്റെ ഞാനൊരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ ദിവസം റഹ്മാൻ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പടത്തിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ സീനിൽ ഇങ്ങനെ വെറുതെ റഹ്മാൻ വന്ന് പോകുന്നുണ്ട്. പക്ഷെ റഹ്മാൻ അന്ന് തന്നെ അത് ചെയ്തിട്ട് റഹ്മാൻ 10-30 ദിവസം ഇവിടെ ലോക്കാവും എന്നുള്ള രീതിയിൽ ഇന്നപ്പോഴത്തേക്ക് റഹ്മാൻ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തു. ആ ക്യാരക്ടർ പിന്നെ ആ സിനിമയിലില്ല, പെട്ട ഒരു സീനിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അപ്പൊ അന്ന് നമ്മൾ കണ്ടപ്പോ അപ്പൊ അന്ന് നമുക്ക് ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ രീതിയിലുള്ളൂ കന്യാകരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു. പക്ഷെ അയാളിങ്ങനെ വളരെ രസമായിട്ട് അയാൾ പെർഫോം ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റി. അപ്പം അന്ന് ഒരു നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചുറ്റി കൊടുത്താണ് റഹ്മാൻ ഇങ്ങനെ. അപ്പം റഹ്മാൻ ഞാൻ പറയാ റഹ്മാൻ പെർഫോം ചെയ്യുന്ന ഒരാളാണ്, ചെയ്യും അങ്ങനെ. അപ്പൊ ചിതും അതിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അങ്ങനെ റഹ്മാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. റഹ്മാന് ലൈക്ക് ഒരു ഓഡീഷനോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അല്ല, ആ ഒരു കലാകാരന്റെ വിശ്വാസം ഉണ്ടായിരുന്നു. റഹീമിന്റെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ്. കാര്യം ഇപ്പൊ പോലും ഇപ്പൊ ഒരു ഇന്റർവ്യൂസിന് വരെ റഹ്മാൻ വിളിക്കുമ്പോഴും മറ്റേ അയ്യോ അളിയോ പോടാവണം, ഞാൻ ഇന്റർവ്യൂല് എനിക്ക് മറ്റേ ക്യാമറയുടെ മുമ്പിൽ ആ സാധനമാണ് റഹ്മാൻ. പക്ഷെ ഇയാള് പെർഫോം ചെയ്യുമ്പോഴും ഇയാൾ ഒട്ടും മറ്റേ ഒരിക്കലും അഭിനയിക്കില്ല, വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഭയങ്കര ഗുണം ആ ക്യാരക്ടറുണ്ട്. ഈ ബാലു ആദ്യം കാണുമ്പോൾ എന്തൊരു ഓവറാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് കിട്ടും, എന്തിനാണ് ആ ക്യാരക്ടർ അങ്ങനെ. പിന്നെ നമ്മൾ ഈ റിയൽ മഞ്ഞുമൽ ബോയ്സിനെ കാണുമ്പോഴാണ് ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടത് എങ്ങനെയാ. ഞാൻ ആക്ച്വലി അവരുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. കാര്യം അതും ഈ പറഞ്ഞ നമ്മുടെ പ്രൊഡക്ഷന്റെ ഏറ്റവും വലിയ സംഭവം തന്നെയാണ്. നമ്മൾക്ക് ഇവരായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സമയം അത്ര തന്നു. സാധാരണ ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യണ ഒരു സമയം നമുക്ക് നോക്കാൻ പറ്റും 50 ദിവസം 60 ദിവസം ഒക്കെ മാക്സിമം 70 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സിനിമയാണ്. ഈ സിനിമ നമുക്ക് 100 എത്ര ദിവസമാണ് മൊത്തം സിനിമ 1.5 കൊല്ലം ഉണ്ടായിരുന്നില്ല. ഷൂട്ട് ചെയ്തത് മാത്രം 6-7 മാസം. അല്ല, ഷൂട്ടിംഗ് ഡേയ്സ് മാത്രം 100 സംതിങ് ദിവസങ്ങളുണ്ട്. പക്ഷെ ഒരു 1.5 കൊല്ലം ഉണ്ട് അതിന്റെ ഒരു പ്രോസസ്സ്. അപ്പോ അത്രയും ദിവസത്തെ ഒരു പ്രോസസ്സ് ഒരു സിനിമക്ക് ഒരു പ്രൊഡ്യൂസർ കൊടുക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾക്ക് ഈ പറഞ്ഞ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോ എനിക്കത് ഭയങ്കര ഡെഫിനറ്റ്ലി ഈ സിനിമ ചെയ്യണതിന് മുമ്പ് തന്നെ എനിക്കറിയായിരുന്നു ഈ സിനിമ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ കാണുമ്പോൾ ഇയാളെന്താണ് ഇവന്റെ ഒന്നും മിണ്ടാതിരിക്കാൻ പറയും, ഇവനെന്തെങ്കിലും ഓവറാക്കുന്നതെന്ന് നമുക്ക് പറയാൻ ചിലപ്പോൾ ആൾക്കാർക്ക് പലരും തോന്നുമായിരിക്കും. പക്ഷെ ഈ ക്യാരക്ടറിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് നീതി പുലർത്തണമെങ്കിൽ ഞാൻ ഇത് മിനിമം ആണ്. പക്ഷെ അതെല്ലാം ആ ഞാൻ പറഞ്ഞ രണ്ടാമത് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലാവുമ്പോൾ അതെല്ലാം സാധൂകരിക്കപ്പെട്ടു. അല്ല, ശരിക്കും രണ്ടാമത്തെ ആ സിഗ്നിഫിക്കൻസ് അല്ല ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഈ ക്യാരക്ടറിനെ ശരിക്കും പരിചയപ്പെട്ടാലോ അല്ലെങ്കിൽ ഇയാളുടെ ഇന്റർവ്യൂ കൊണ്ടായാലോ നമുക്ക് മനസ്സിലാവും. ശരിക്കും സിക്സൻ അങ്ങനെയാണ്. സിക്സൻ ഭയങ്കര ലൗഡർ ആയിട്ടുള്ള എല്ലാവരും മറ്റേ എടാ ഒന്നും മിണ്ടായിക്കട പതുക്കെ പറയണ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് സിക്സൻ. ഓവറാണെന്ന് പറയുന്ന ഒരു സാധനമാണത്. സിക്സന്റെ നമുക്കിങ്ങനെ കുറച്ച് സംസാരിച്ചു ഞാനും ആക്ച്വലി മറ്റേ സിക്സൻ എടുത്ത് പലതവണ എന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി എന്നുള്ള രീതിയിലോ സ്റ്റഡി ആണെന്ന് എനിക്കറിയുമ്പോഴല്ല ഞാൻ പഠിക്കാൻ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ മറ്റേ ചുമ്മാ ചില്ല് ചെയ്യുമ്പോഴോ ഇവരുടെ സംസാരിക്കുമ്പോഴോ കുറച്ചേരം കഴിയുമ്പോ 6 ഒരു മിനിറ്റോ എനിക്ക് തന്നെ മറ്റേ പക്ഷെ അങ്ങനെയാണ് കൂട്ടത്തിലെ ഏറ്റവും നമ്മളുടെ സ്നേഹമുള്ള ഇപ്പൊ ചന്തുവിന്റെ റെഫറൻസ് ക്യാരക്ടർ ഉണ്ടല്ലോ, അതെങ്ങനെയാ ചന്തു അത് പഠിച്ചതെന്നല്ല അത് നോക്കി മനസ്സിലാക്കിയതും ക്യാരക്ടറിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മുടെ ഈ ഡോക്യുമെന്ററി കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി പരിപാടി എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത്. ചിതുവിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ഇവരെ മീറ്റ് ചെയ്ത ഒരു പരിപാടി ഉണ്ടാകും. അപ്പൊ ചിതു വന്ന് എന്റെ അടുത്ത് പറഞ്ഞു നോക്കി പഠിച്ചു, അതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. ആളെ കാണിച്ചു അഭിലാഷിനെ കാണിച്ചു തന്നിട്ട് നീ പഠിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ചെന്ന് സംസാരിച്ചു. അപ്പൊ അധികം അങ്ങനെ സംസാരിക്കുന്ന ആളല്ല അതേട്ടൻ. അപ്പൊ പുള്ളി അത് ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കും, അവരോടൊക്കെ പോയി ചോദിക്കടാ. എനിക്ക് അഭിലാഷ് അങ്ങനെ സംസാരിക്കുന്ന ഭയങ്കര സൈലന്റ് ആണ്. പുള്ളി എന്ത് ചെയ്യും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് പുള്ളി. അങ്ങനെ അധികം ഒട്ടും വിട്ട് സംസാരിക്കില്ല. പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് അവരോടൊക്കെ ചോദിക്കുക എന്താണ് ചെയ്തതെന്ന് ഞാൻ
ഞാൻ എന്തായിരുന്നു കാരണം പുള്ളിയെ ടേക്ക് കെയർ ചെയ്യുന്നത് മൊത്തം ആ ഗ്രൂപ്പ് ആണ്. അങ്ങനത്തെ ഒരു ലൈക്ക് പുള്ളി തന്നെ പറയാറുണ്ട്, ഇവരാണ് എന്നെ നോക്കുന്നത്, ഇവരെന്നെയാണ് എന്റെ പരിപാടികൾ നോക്കുന്നത്. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ ഈ പ്രശ്നം ഉണ്ടായി കഴിയുന്നിടത്ത് പുള്ളി ഒരു തരത്തിൽ ഫ്ലിപ്പായി മറ്റേ പുള്ളി മാറി എന്ന് പുള്ളി കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ശരിക്കുള്ള അവസ്ഥയായിരുന്നു. പുള്ളി മറ്റേ സുഹൃത്ത് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയി പുള്ളിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുമ്പോൾ പുള്ളി മറ്റേ ഫ്ലിപ്പായി പോയൊരു അവസ്ഥയായിരുന്നു. അപ്പൊ അതങ്ങനെ തന്നെയാണ്. അത് പിന്നീട് നമ്മുടെ സിനിമയുടെ ഡോക്യുമെന്ററി ഇറങ്ങുമ്പോ നമുക്ക് മനസ്സിലാവും. എന്നാ തിരക്കാം അത് പണി സിനിമ ഇപ്പൊ 2 ദിവസം ആദ്യം സിനിമ നടക്കട്ടെ. അതെ. ഇപ്പൊ അതുപോലെ ജീൻ ചേട്ടന്റെയും ബാലുവിന്റെ കഥാപാത്രം ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ എല്ലാ വീട്ടിലും കാണാറുണ്ട് ചേട്ടൻ അനിയനും വന്ന എന്താ അവസ്ഥ എന്നുള്ളത്. അത് ശരിക്കും വർക്കായത്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമായിരുന്നു. നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഇപ്പം ചിദംബരം ഗണപതിയും വരുമ്പം ആ കെമിസ്ട്രി ആണോ എങ്ങനെയാണ്? അങ്ങനെ അത് രണ്ട് ടൈപ്പാണല്ലോ. അതായത് ഈ സിബ്ലിംഗ് റൈവൽറി ഉണ്ടോ അല്ലെങ്കിൽ സ്നേഹമുള്ള ശാന്തരായ? ഉണ്ടായിട്ടുണ്ട്. ഒരു ടൈമിലൊക്കെ ഭയങ്കര റൈവൽറി ഉണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നമുള്ള മറ്റേ ചേട്ടനായിരുന്നു. ഇവൻ പറയില്ലായിരിക്കും, എനിക്കറിയാം. പ്രശ്നം നമ്മള് ചില എനിക്കൊന്ന് 1-2 കൊല്ലമൊക്കെ തീരെ അങ്ങോട്ടും ഫോൺ പോലും വിളിക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാര്യം അവൻ മറ്റേ സീരിയലിലൊക്കെ അഭിനയിക്കും, അവന് മറ്റേ ഹോട്ട് കരിയർ ഉണ്ട്. ഇവൻ മറ്റേ സിനിമയിലൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് ചേട്ടൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള പ്രശ്നം വരെ ഉണ്ടായി. ഹോട്ട് കാരിയർ ചിലപ്പോ അവൻ രാത്രി ഒന്നും ഷെയർ ചെയ്യില്ല, കൊടുക്കൂല, ചപ്പാത്തി ചിക്കൻ ഉണ്ടാവും. അപ്പൊ അന്നാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം. അങ്ങനെയാണ് ചപ്പാത്തി ചിക്കൻ കറിക്ക് വേണ്ടിയാണ് സിനിമയിലേക്ക്. അന്നാണ് എന്താ ഒരു വാശി ഉണ്ടായിരുന്നു, ഞാൻ സിനിമയിൽ അഭിനയിക്കും, ഞാൻ ഇതുപോലെ ചപ്പാത്തി ചിക്കൻ കറി കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് കഴിക്കും എന്നുള്ളൊരു വാശിയിലാണ് സിനിമയിലേക്ക് വരാൻ കാരണം. അതുകൊണ്ട് അവൻ ഇപ്പോഴും ചപ്പാത്തി ചിക്കൻ കറി ഷെയർ ചെയ്യാറില്ല. ഇപ്പോഴേ മുതിർന്ന് ഇപ്പൊ സിനിമയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോ ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി മാറിയോ? എങ്ങനെയാ നിങ്ങളുടെ കോൺവെർസേഷൻ? കൂടുതൽ സിനിമകളാണോ അല്ലെങ്കിൽ എങ്ങനെയത്? അങ്ങനെയൊന്നും നമ്മളങ്ങനെ എപ്പോഴും സിനിമ സംസാരിക്കാതെ ഈ കോൺവെർസേഷൻ ഞാൻ ചെയ്തു എന്ന് പറയുന്നില്ല, ഇതൊക്കെ ഇതിലെല്ലാരും ഉൾപ്പെടും. ബാലുപ്പയാലും ബാലുപ്പ അങ്ങനെ ബാലു ചേട്ടാന്ന് വിളിക്കാൻ പറ്റും. ഞാൻ ബാലു എന്താ പറയണ്ടേ, ബാലുപ്പാന്ന് വിളിക്കുന്നത് ജീൻ ചേട്ടൻ പോലും ഞാനും മാത്രമാണ്. അപ്പൊ അത് ആ ഒരു ഫ്രീഡം നമ്മൾ മാത്രം എടുത്തിട്ടുണ്ട്. അങ്ങനെ വിളിച്ചു തുടങ്ങിയാണ്. ഇവര് സമപ്രായക്കാരാണ്. അല്ല നമ്മളങ്ങനെ സിനിമ സംസാരിക്കാം, ഓഫ് കോഴ്സ്, ലൈക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ആക്ച്വലി നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ഇപ്പൊ പല ആൾക്കാർ പറയണ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ പോലെ പറയുന്ന സംഭവം ഉണ്ട്. ആസി ആയാലും ഞാനായാലും അച്ചു ആയാലും ഗണു ആയാലും നമ്മളെല്ലാരും നമ്മളെ സുഹൃത്തുക്കളാണ്. പക്ഷെ നമ്മള് മിക്ക ദിവസങ്ങളിൽ ചിലപ്പോൾ കാണാറുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസത്തിൽ എന്തായാലും ഒരു പകുതി സമയങ്ങളിൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോണിലെങ്കിലും സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇതുവരെ സിനിമ സംസാരിച്ചിട്ടില്ല. അല്ല, എപ്പോഴും മറ്റേ വിളിച്ചിട്ട് മറ്റേ സിനിമയെ പറ്റി നമ്മൾ പറയും, നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സിനിമ നമുക്ക് ചെയ്താൽ ഒരിക്കലും നമ്മൾ സിനിമയെ പറ്റി അല്ല പറയുന്നത്, നമ്മളുടെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ഒരു പാർട്ടാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ ഇടക്ക് സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളൊരു വരുമ്പോ അതിനെ കുറിച്ച് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അത് തന്നെ ആയിരിക്കും, പിന്നെ ആ ഒരു ടൈം മൊത്തം ആ പരിപാടി തന്നെ ആയിരിക്കും സിനിമ എന്നുള്ള രീതിയിൽ. ചന്തു ഇതില് പുതിയ ആളാണല്ലോ. ചന്തുവിന് എങ്ങനെയായിരുന്നു ഇവരായിട്ട് ഈ ബ്ലെൻഡ് ആവാൻ, അവരായിട്ടുള്ള സിനർജി ഉണ്ടായിരുന്നില്ല? ഞാൻ വന്ന് ആദ്യത്തെ ടൈമിൽ ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. എനിക്കിപ്പോ ബാലുവിനെ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാ, ലാലങ്ങളുടെ വീട്ടിൽ വരുമ്പോ കണ്ടിട്ടുള്ളതാ. അല്ലാതെ ബാലുവായിട്ട് എനിക്ക് വേറെ പരിചയമൊന്നുമില്ല. ഈ പടത്തിൽ അഭിനയിച്ച ആയിട്ടും ജീൻ ചേട്ടനായിട്ട് പിന്നെയും കുറച്ചും കൂടെ ഒരു ഇതുണ്ട്, അറിയാമെന്നുള്ള ഒരു ഇതുണ്ട്. അല്ലാതെ ഇവരായിട്ട് ആരും എനിക്കറിയില്ല. അപ്പൊ വന്ന് ആദ്യം മീറ്റ് ചെയ്ത് ടൈമൊക്കെ ജോലിയായിരുന്നു. പിന്നെ ഷൂട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവര് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണല്ലോ. നമ്മളെ ഷൂട്ടിന്റെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇത് ചെയ്യാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുവര്, റാഗൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അതൊക്കെ ആദ്യം തന്നെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി വേറെ ആൾക്കാരാ. ആദ്യം അവരൊന്ന് നമ്മളെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കും, ഇതെന്താ ഇവരെങ്ങനെയാണോ വർക്കാവോ ഇവരെങ്ങനെയാണെന്നുള്ളത്. അതിനകം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് എൻട്രി കിട്ടി. പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് എല്ലാവരും റാഗ് ചെയ്യാന്നുള്ളൊരു മൂടാണ്. ലോ കോളേജിലാണല്ലോ പഠിച്ചത്. ഈ ഇപ്പം ജീൻ ചേട്ടന്റെ കൂടെ ഇപ്പൊ നിങ്ങള് അറിയാം, അത്രയോ ചെറുപ്പനാളോട്ട് അറിയാം. അപ്പൊ അതിന്റെ ഒരു ഈസ് ആയിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു അഭിനയിക്കുമ്പോൾ ഒരു കോമ്പിനേഷൻ ഒക്കെ ചെയ്തു? വളരെ എളുപ്പമാണ്. പക്ഷെ അതിനകത്ത് വേറൊരു തരത്തിലെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ജീഞ്ഞടുത്ത് ഒരിക്കലും മറ്റേ ഞാൻ ഒന്ന് പോടോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംസാരം നമ്മൾ സംസാരിക്കാറില്ല. ജീഞ്ഞനെ ഞാൻ അത്ര റെസ്പെക്റ്റോടെ കാണുന്ന എന്റെ ഭയങ്കര പ്രിയപ്പെട്ട എന്റെ ചേട്ടനാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ
ജീൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പടത്തിൽ ജീൻ ചേട്ടൻ വരുമ്പോൾ ജീൻ ചേട്ടനെ ആൾക്കാര് ഇപ്പൊ ശരിക്കും മലയാള ഓഡിയൻസ് ഇതിനു മുമ്പ് വരെ ജീൻ ചേട്ടൻ അറിയാവുന്നത് വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള മറ്റേ എന്ത് പറഞ്ഞ മറ്റേ ഇങ്ങനെ സംസാരിക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന വലിയ താടിയൊക്കെ ഉള്ളൊരു മനുഷ്യനെ ആൾക്കാർക്ക് അറിയുള്ളായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ജീൻ ചേട്ടൻ ഈ സൈഡ് ആൾക്കാർ കാണുന്നു. ഞങ്ങള് തമ്മില് സംസാരിക്കാത്ത കോമഡി ഇല്ല, അത്രയും മറ്റേ കൗണ്ടർ അടിക്കുന്ന അങ്ങനെ അടിച്ച് ജീവിച്ച് വളർന്ന ഒരു സുഹൃത്തുക്കളാണ് ഞങ്ങള്. ചേട്ടനേക്കാളും ഉപരി ജീൻചേട്ടന്റെ എല്ലാ സുഹൃത്തുക്കളും എന്റെ സുഹൃത്തുക്കളാണ്. ജീൻചേട്ടന്റെ അനുകൂലൻ, ജോസേട്ടൻ, എസ് എൻ ചേട്ടൻ, ജീൻചേട്ടന്റെ എല്ലാ സുഹൃത്തുക്കളും നമ്മള് സുഹൃത്തുക്കളല്ല, ജീൻചേട്ടന്റെ സുഹൃത്തുക്കളെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്. കാര്യം ഞാൻ ജനിച്ചു വളർന്നത് ഇവരുടെ കൂടെയാ. അപ്പോ എനിക്ക് ആ സൈഡ് ഓഫ് ജീൻ ചേട്ടൻ ആൾക്കാർ കാണണമെന്നുണ്ടായിരുന്നു. പലരും എൻ്റെ അടുത്ത് ജീനെ പറ്റി ഇതിനു മുമ്പ് സംസാരിക്കുമ്പോഴേക്കും പുള്ളിനെ മറ്റേ മാറ്റി നിർത്തും. ബ്രോ, ജീൻ ചേട്ടൻ അങ്ങനെ മാറ്റി നിർത്തുന്ന ആളല്ല. ജീൻ ചേട്ടൻ മറ്റേ നമ്മളുടെ കൂടെ ചില്ലിയണ ഒരാളാണ്. അപ്പൊ പക്ഷെ ഈ പടത്തില് ജീൻ ചേട്ടൻ മറ്റേ അത് മൊത്തം ബ്രേക്ക് ചെയ്ത് ആൾക്കാരെല്ലാരും പല ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ മനസ്സിലായവരൊക്കെ എന്നെ വിളിച്ചിട്ട് എടോ നിന്റെ ചേട്ടൻ എന്ത് പൊളിയാടോ പൊളിച്ചേക്കണേന്ന് എൻ്റെ അടുത്ത് പറയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായി. അത് സോ പ്രൗഡ് ഓഫ് ഇറ്റ്, സോ ഹാപ്പി ഫോർ ഇറ്റ്. ഈ നിങ്ങളിതിലെ ഈ സൗഹൃദത്തിന്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അതായത് തുടക്കത്തിലൊന്നും അതൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ മഞ്ഞുമല്ലൊരു വീട്ടിലേക്ക് ക്യാമറ അങ്ങ് പോവുകയാണ്, അവിടെ എന്തൊക്കെയോ നടക്കുന്നു, പിന്നെ ഞങ്ങൾ അലമ്പുണ്ടാക്കുന്നു, ടൂർ പോകാൻ ആളെ തേക്കുന്നു, അങ്ങനെ പോയി. പക്ഷെ പിന്നെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ആ ഡെപ്ത് ഫീൽ ചെയ്യുന്നതും. അതുപോലെ ശ്രീനാഥ് ഭാസിയുടെ ക്യാരക്ടറിൻ്റെ ലേയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്തു. ഒരേ സമയം റിയലിസ്റ്റിക് ആണ്, അതേസമയം സിനിമാറ്റിക് ആണ്. ആ ഒരു ശ്രീനാഥ് ഭാസിയുടെ ഒക്കെ ക്യാരക്ടർ ഒരു ബ്രീഫൊക്കെ അതൊക്കെ ശരിക്കും ചിദംബരത്തോടാണ് ചോദിക്കേണ്ടത്. എന്നാൽ പോലും ഗണപതി കൂടെ തന്നെ ഉണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് തോട്ട് വരുന്നത് ഇങ്ങനെ തന്നെ ആയിരുന്നോ? അല്ല, ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നിന്നാണോ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഈ സീൻ പോകെ ഓരോ സീൻസിൽ നിന്നാണ് നമുക്ക് ആരുടെ ലൈക്ക് ഇമോഷൻ, ഇവരുടെ കണക്ട് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ലൈക്ക് ഇപ്പം ഒരു ഘട്ടത്തിൽ ഒരാൾക്കാർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അവിടെ ഒരു സീൻ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ റഹ്മാൻ വന്നിട്ട് ഞാൻ വണ്ടി എടുക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ റഹ്മാൻ്റെ ക്യാരക്ടർ കൂടുതൽ എസ്റ്റാബ്ലിഷ്. അങ്ങനെ ലൈക്ക് സിനിമയുടെ ക്ലൈമാക്സിലൂടെ അടുക്കുമ്പോഴത്തേക്ക് എല്ലാ ക്യാരക്ടറും ഭയങ്കര കണക്റ്റഡ് ആവുന്നു. ഇവരിലായിട്ടുള്ള ബോണ്ട് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിപ്പം സിനിമ ഒട്ടും സ്പൂൺ ഫീഡിങ് ആയിട്ട് ഇത് ഇന്ന ക്യാരക്ടർ, ഇവൻ ഇന്ന അറിയാം, ഇവൻ കുശുംബനാണ്, ഇവൻ ഇച്ചിരി കുറുമ്പനാണെന്ന് പറയേണ്ട കാര്യമില്ല. അത് ലൈക്ക് അവിടെയാണ് സിനിമാറ്റിക് ബ്രില്യൻസ് എന്ന് പറയുന്നത്. ലൈക്ക് സിനിമ ഒരു ക്യാരക്ടറിൽ സീൻ ബൈ സീൻസിൽ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും ഒരു ക്യാരക്ടറിന്റെ മൊത്തം നമുക്ക് മനസ്സിലാക്കാം. അതാണ് ലൈക്ക് അപ്പം അത് ചിദംബരം ലൈക്ക് ജാനമേനിലും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. ലൈക്ക് അപ്പം ബേസിക് വരുമ്പോൾ പോലും നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഇപ്പം ഫൈസലായാലും മോനിച്ചലൊക്കെ ആദ്യം ഭയങ്കര മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇയാൾ എന്ത് വൃത്തികെട്ടവരാണെന്നുള്ള രീതിയിലാണ്. ലേറ്റർ ഓൺ എൻ്റെ ക്ലൈമാക്സിലൂടെ എടുക്കുമ്പോഴാണ് മോനിച്ചൽ എന്ന ഒരാളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് അപ്പോൾ അതാണ് ലൈക്ക് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്നെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നീ ഭയങ്കര ഒരു മോശപ്പെട്ട ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് നമ്മൾ കണ്ടിട്ട് നീ ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്ന ഘട്ടം നമ്മുടെ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. അതെ, പിന്നെ ലൈക്ക് അതേപോലെ തന്നെ സിനിമയും അങ്ങനെ തന്നെ ആയിരിക്കും. ലൈക്ക് പല ആൾക്കാരായിട്ട് നമുക്ക് അറിയാനോ അല്ലെങ്കിൽ തിരിച്ചറിയാനൊക്കെ ഒരു ടൈം കൊടുക്കുക. അപ്പോൾ അതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അപ്പോൾ അതാണല്ലോ സിനിമയുടെ മാജിക്. നമ്മൾ ഫസ്റ്റ് മോശമായിരുന്ന ആള് അവസാനം എത്തുമ്പോഴത്തേക്ക് അയാളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പം ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ ഇത് പലരും സിനിമയാക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നടന്നിട്ടില്ല. ചിലപ്പം അതിന്റെ റീസൺ ഈ പൈസയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെ, ഈ കേവ് എങ്ങനെ, അതൊക്കെ കൊണ്ട് മാറിപ്പോയതാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും അവർക്കൊരു തടസ്സമായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഇത് മഞ്ഞുമല നടന്നൊരു പരിപാടിയാണ്. മഞ്ഞുമല പിള്ളേര് പോയി ചെയ്ത, മലയാളി പിള്ളേര് പോയി ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അത് നമുക്ക് ഒരു ബോളിവുഡ് സിനിമ ചെയ്യുന്ന പോലത്തെ ഒരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഈ സിനിമയുടെ മുമ്പിൽ. പിന്നെ ഈ സിനിമയുടെ ആ ഒരു വിശ്വാസം നമുക്ക് വേണമായിരുന്നു. ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇത്രയും വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടി, പക്ഷെ സൂപ്പർ സ്റ്റാർസോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്തൊരു സംഭവത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അതൊരു ധൈര്യം ഒരു പ്രൊഡ്യൂസറിന് വേണമായിരുന്നു. അതിന് സൗബിൻ ഷാഹിർ തന്നെ ഒരു പ്രൊഡ്യൂസർ, നമ്മളുടെ സുഹൃത്ത്, ഇത്രയും സിനിമേനെ അറിയുന്ന ഒരു സുഹൃത്ത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് എല്ലാവരും കിട്ടിയ ഭയങ്കര ഒരു പ്ലസ് ആണ് ചിതുവിനും. അത് ചിതുവിൻ്റെ അടുത്ത് കൊടുത്തേക്കുന്ന ഒരു കോൺഫിഡൻസ് ആയിരുന്നു.
ചിതുവിന്റെ കൂടെ തന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ ടോൺഷാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ സിനിമ സംഭവിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോ ഈ സിനിമ ഈ ഒരു 3-4 പേരിന് മുമ്പ് സംസാരിച്ച് പോയിരുന്നു, അതേപോലെ ചിലപ്പോ പിന്നീടത്തേക്ക് തള്ളി വെച്ച് പിന്നീട് എപ്പോഴെങ്കിലും മലയാള സിനിമ പിന്നെയും വലുതാവുമ്പോൾ അപ്പൊ ആലോചിക്കാം എന്ന് പറഞ്ഞ് മാറിപ്പോയ ഒരു സിനിമയെ ആയി മാറിയാനേത്. പക്ഷെ ഇപ്പൊ ഇതിൽ തന്നെ ഈ കേവിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടോ എന്നൊരു ഓഫീസർ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കറിയില്ല അതിന്റെ ഉള്ളിൽ എങ്ങനെയാന്ന്. അപ്പൊ അതിന്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതെങ്ങനെയാ വന്നേ? അതിപ്പോ പടം 2 ദിവസമല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. അത് പറയാൻ പറ്റില്ല അല്ലേ? അത് അതിലേക്ക് കിടക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിപ്പോ ആൾക്കാർ ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ, ഒരു 2-3 ഇനി ഒരുപാട് ആൾക്കാർ ഈ സിനിമ കാണാനുണ്ട്. അപ്പൊ ആ ഡിസൈനൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ചിതുവിന്റെയും അത് അവരുടെ കോളാണ്, അത് അവർ സംസാരിക്കേണ്ട പരിപാടിയാണ്, അവരുടെ മനസ്സിലുണ്ടായ സംഭവം തന്നെയായിരുന്നു. അതെ അതെ. അതിപ്പം നമ്മള് ഈ ഒരു ഗർത്തം ഇതിന്റെ ബ്ലൂ പ്രിന്റ് ഒന്നും ആ കുഴി പോലെ അത് അവിടെ ആരും പോയിട്ടില്ല. അത് ആക്ച്വലി ഇപ്പോഴും ഉണ്ടാവില്ല. അതെ, ഇപ്പോഴും ആകെ പോയത് കുട്ടനാണ്. അയാൾക്ക് ആ ബ്ലൂ പ്രിന്റ് നോക്കാൻ പറ്റും, അയാൾക്ക് മനസ്സിലാവുന്നത് അവരെ കാണാന്നുള്ളത്. സുഭാഷിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇവരുടെ മൈൻഡില് ചിദംബരത്തിന് ചേട്ടന്റെയും ഷൈജുക്കയുടെ അവരുടെയൊക്കെ ഒരു മൈൻഡിൽ അതെങ്ങനെ ഷൂട്ട് ചെയ്യാം, ആ സ്ഥലത്ത് എങ്ങനെയൊക്കെ ക്യാമറ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഡിസൈൻ ചെയ്തൊരു പരിപാടിയാണ്. അവരുടെ മനസ്സിലുണ്ടായ ഒരു കേവിന്റെ അകത്തുള്ള ആ ഒരു ഹോളാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഓഫ് കോഴ്സ് പല യാത്രകളും ഇങ്ങനെ നടത്തിയിട്ടുള്ളവരായിരിക്കുമല്ലോ. ഇത്തരത്തിൽ ഇതുപോലെ എന്നല്ല, ഇങ്ങനെ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് തന്നെ ഉണ്ടാവരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അങ്ങനെ പേടിപ്പെടുന്ന അല്ലെങ്കിൽ ഒരു യാത്രയെ ഭയക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ്. പക്ഷെ എന്താ പറയും, എനിക്ക് ആക്ച്വലി ഇപ്പൊ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഞാൻ 6ന്റെ ക്യാരക്ടർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇവൻ തങ്കിക്കണ്ണന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ച്വലി ഇപ്പോൾ അവിടെ പോയി നമ്മുടെ ഈ സിനിമയിൽ നമ്മൾ കരയുന്നതും പരിപാടികളും എല്ലാം ഞങ്ങൾക്ക് ആക്ച്വലി നമ്മളുടെ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ. ഇവൻ ഇതിന്റെ ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇറങ്ങിയിരിക്കും. അല്ലാണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, ഇവന്റെ അമ്മനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവനെ കൊണ്ട് എന്റെ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപർണാന്റിനെ അല്ലാണ്ട് എനിക്ക് കാണാൻ പറ്റൂല, എനിക്ക് ഉറപ്പാണ്. അത് അപർണാന്റിന്റെ അടുത്തുള്ള സംഭവം മാത്രമല്ല, അത് ഇവന്റെ അടുത്തുള്ള എന്റെ ഇമോഷൻ കൂടിയാണ്. അപ്പോൾ ഇത് അത്രയും ഒരു ക്ലോസ് സർക്കിൾ ഓഫ് പീപ്പിൾ ആണ്. അപ്പോൾ അത്രയും പേരൊരു ഇടയിലാണ് നമ്മൾ സിനിമ സംഭവിച്ചേക്കണത്. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരുടെ ഇടയിലാണ് ഈ സിനിമ സംഭവിച്ചേക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ, നമ്മളിങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞ പോലെ അവര് ഗോ ത്രൂ ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ, അത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ ഇത്ര ധൈര്യത്തോടെയാണ് ഉള്ളിലേക്ക് ഇറങ്ങിയത്. ആ ഒരു എന്തോ നല്ല സ്വന്തം ജീവനാണ്, പേടിയാണ്, അതിന്റെ മുകളിലാണ് സൗഹൃദം എന്നുള്ളതും അതുമായിട്ട് കണക്ട് ചെയ്ത പഴയ പാട്ട് വന്നതും അതിലെ ലൈൻ വന്നതൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഗൂസ് ബം മൊമെന്റ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ അത് ഭയങ്കരമായിട്ട് വർക്കായി എന്ന് കേൾക്കുന്നു. അവിടെ നിന്നൊക്കെയുള്ള റെസ്പോൺസ് എങ്ങനെയാ? ഭയങ്കര റെസ്പോൺസ് ആണ് തമിഴ്നാട്ടിൽ നിന്ന്. ആക്ച്വലി ഇത് അവർ തമിഴ് സിനിമയായിട്ടാണ് കണ്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു 40-50% തമിഴിലേക്കാണ് ഡയലോഗ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ ഒരു മേജർ പോർഷൻ അപ്പൊ അവർക്ക് പോലും അറിയാത്ത ഒരു ഗുണാഖയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു എന്നുള്ളത് പോലെ റിവ്യൂ വരുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് அவங்க കുറെ മലയാളി പ്രസംഗങ്ങൾ നമുക്ക് ഒന്ന് പറഞ്ഞത് കൊടൈക്കനാൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടെന്ന്, കൊടൈക്കനാൽ ഇങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞതൊന്നും വരെ റിവ്യൂ വന്ന പോലെ ഉണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനമുണ്ട്. ലൈക്ക് അങ്ങനത്തെ ഒരു സിനിമ തമിഴ്നാട്ടിലും വർക്കായി എന്ന് പറയുമ്പോൾ ലൈക്ക് അവർക്കും അത് ഭയങ്കര അക്സെപ്റ്റബിൾ ആയി. മാത്രമല്ല ഇപ്പോൾ വിശാഖപട്ടണത്തായാലും ബോംബെയിലായാലും അങ്ങനെ ഓൾ ഓവർ ഇന്ത്യ ഭയങ്കര ഇതാണ്. ഈവൻ കാനഡ, ബെർലിൻ എന്നൊക്കെ ഭയങ്കര, ജർമ്മനിയിലൊക്കെ ഭയങ്കര ഹൗസ്ഫുൾ ഷോസ് ആണ് ഓടിക്കൊടുക്കുന്നത്. എല്ലായിടത്തും ഭയങ്കര ഈ ഇറങ്ങിയ സ്ഥലത്തൊക്കെ ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് വന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമ. നിങ്ങൾക്ക് തള്ളാനുള്ള എല്ലാ അവകാശവും, അത്രയും നല്ല പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു റൗണ്ട് ടേബിൾ വരുമല്ലോ, ഇയർ എൻഡ് വരുമ്പോൾ സിനിമാക്കാരുടെ സക്സസ് ആയ സിനിമാക്കാർ, അപ്പൊ അവരെല്ലാം പറഞ്ഞൊരു കാര്യമാണ് അടുത്ത വർഷം അവർ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാർസ് ഇല്ലാതെ ഈ സിനിമകൾ ജയിക്കണം അല്ലെങ്കിൽ സിനിമകൾ വർക്കാവണം എന്നുള്ള. അതിന്റെ ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ് പ്രേമലുവിന് ശേഷം. അതുപോലെ അതുകൊണ്ട് നിങ്ങൾക്ക് തള്ളാനുള്ള എല്ലാ അവകാശവും. എക്സാമ്പിൾ ആയിരുന്നു കഴിഞ്ഞ വർഷം, ഒരു വലിയ ആശ്വാസം എന്ന സിനിമയായിരുന്നു അത്. ഒരുപാട് സിനിമ ഇറങ്ങിയ കൂട്ടത്തില് അങ്ങനല്ല, നമുക്ക് ഇപ്പം സ്റ്റാർസിന്റെ ആവശ്യമില്ലാതെ സിനിമ ചെയ്യാനും പറ്റും. സ്റ്റാർസ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള സിനിമകളുണ്ട്. ഇപ്പൊ കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ മമ്മൂക്ക റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മാത്രം അങ്ങനല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ ഒരു എഫക്റ്റ് വേറെയാണ്. ലൈക്ക് അപ്പൊ അത്ര ലൈക്ക്
അപ്പൊ അങ്ങനെ ഷോൾഡർ ചെയ്യാനുള്ള സിനിമകളും ഉണ്ടാവും, അല്ലാതെയുള്ള സിനിമകളും ഉണ്ടാവും. ഇങ്ങനത്തെ നല്ല കണ്ടന്റുകളുള്ള സിനിമകൾക്കും നല്ല ഇപ്പം പെർഫോമർ ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല കുറച്ച് ആർട്ടിസ്റ്റുകൾ വന്നതിലും സിനിമ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. എങ്ങനെ രീതിയിൽ സിനിമ ആക്ച്വലി ആൾക്കാർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നോ, എങ്ങനെ കണക്ട് ആവുന്നു അനുസരിച്ചിരിക്കും. പിന്നെ ഈ പടത്തിലുള്ള നമ്മളുടെ സ്റ്റാർസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡയറക്ടർ ചിദംബരം, അല്ലെങ്കിൽ നമ്മുടെ ഷൈജു ഖാലിദ് ക്യാമറമാൻ, അവരൊക്കെയാണ് നമ്മുടെ അജയൻ ചാലിശ്ശേരി, ടെക്നിക്കൽ സൂപ്പർ സ്റ്റാർസ് ആണ് ശരിക്കും. അവരാണ് ഈ പടത്തിലെ സുഷിൻ ശ്യാം. ഇവര് ഇത്രയും വലിയൊരു ബാക്കപ്പ് നമുക്ക് ഉള്ളപ്പോ മച്ചാനത് പോരാളിയാ. സുഷിൻ ശ്യാം പറഞ്ഞ ഒറ്റ വാക്കിലാണ് ഈ പടത്തിന്റെ ഏറ്റവും ഹൈപ്പ്. അതൊക്കെ വേറെ പ്രൊമോഷൻ ഒന്നും വേണ്ട അയാളുടെ. അപ്പം അയാൾ എന്ന് പറഞ്ഞൊരു ആ ടെക്നീഷ്യന് ജനങ്ങൾ കൊടുക്കുന്ന വിശ്വാസമുണ്ട്. അപ്പൊ അവര് തന്നെയാണ് സൂപ്പർ സ്റ്റാർസ്. അത്രയും സൂപ്പർ സ്റ്റാർസ് ഉണ്ട് ഈ പടത്തിൽ. അതെ. ഈ മറ്റേ വേടന്റെ പാട്ട് വന്നപ്പോഴേ ആദ്യം ഞാൻ വിചാരിച്ച പ്രൊമോഷൻ സോങ് ആയിരിക്കും, സിനിമയിൽ ഉണ്ടാവില്ല എന്നാ. പിന്നെ ആ പാട്ട് നമ്മൾ കേട്ട് അത്രയും ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ സിനിമയിലേക്ക് കയറിയപ്പം അപ്പൊ തന്നെ അതിലേക്ക് എൻട്രായി. ഈ പാട്ട് എഴുത്തില് നിങ്ങളുടെ ഏതെങ്കിലും കോൺട്രിബ്യൂഷനോ? അത് വേടന്റെ ചിദംബരമാണ് അതിന്റെ ഒരു ഐഡിയ. ലൈക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാണ് പരിപാടി, ഇന്നതാണ് പിള്ളേരുടെ മൈൻഡ്, ഇവിടെ നിന്ന് വന്ന ആൾക്കാരാണ്, അങ്ങനെയാണ്. അങ്ങനെ വേടന്റെ ലിറിക്സ് ആണ് അത്. ഹാറ്റ്സ് ഓഫ് ടു വേടൻ. കാരണം ആ ഒരൊറ്റ വരികൾ ആ പാട്ട് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ആ ഇൻട്രൊഡക്ഷനിൽ ആൾക്കാരുടെ എന്താണ് ക്യാരക്ടേഴ്സ്, ലൈക്ക് എന്താണ് ഇവരുടെ സ്ഥലം എല്ലാം കിട്ടി. അത് ഭയങ്കര ഉപകാരപ്പെട്ടു. അത് സിനിമയുടെ മുമ്പോട്ട് പോകാൻ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു പരിപാടിയാണ്. സോഷ്യൽ സിനാരിയോ, നമ്മളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ. ഉരുക്ക് ഗുണമുള്ള തോളടാ. അതെ. ഈ അച്ഛൻ സിനിമ ഉണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അടുത്ത ദിവസം തന്നെ കാണും. തിയേറ്ററിൽ കാണില്ലേ? അച്ഛൻ എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ പറഞ്ഞോ എങ്ങനെയാ? ഓരോരുത്തര് വിളിക്കുന്നുണ്ട്. അച്ഛന് ആദ്യമൊക്കെ ആദ്യത്തെ ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യം സിനിമയൊക്കെ തുടങ്ങുന്ന ഷൂട്ടൊക്കെ തുടങ്ങുന്ന ടൈമില് ഈവൻ മോന്റെ പടം എന്താവും എന്നുള്ളൊരു സാധനമായിരുന്നു. പിന്നെ വന്ന് ഇവരൊക്കെ ആയിട്ട് ജെല്ലായ പിന്നെ സിനിമയ്ക്ക് എന്തെങ്കിലും സൗബിക്കാണെങ്കിലും ബാലുവാണെങ്കിലും ഗണുവാണെങ്കിലൊക്കെ ഷിതുവൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ഭയങ്കര കമ്പനിയായി. അപ്പൊ ഇവരുടെ എല്ലാവരുടെ ഒരു സിനിമ, ആ സിനിമയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ തിയേറ്ററിലേക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു സിനിമ കാണാൻ പോയവരെയൊക്കെ എന്താന്നറിയാൻ വേണ്ടിട്ട്. അങ്ങനെ അടുത്തന്നെ കാണുമെന്നല്ലേ, ഫസ്റ്റ് ദിവസം കാണാനുള്ള ഇതില്ല, അത് ടെൻഷൻ അടിച്ചിട്ട് പുള്ളിക്ക്. ചന്ത പാട്ട് പാടുവോ? ഇല്ല. കുതന്ത്രം രണ്ടുപേരും ആരെങ്കിലും പാടുവോ? ചുമ്മാ രണ്ടുപേരും. പിടിച്ചതെല്ലാം പുലിവാലടാ, കാണ്ടാമൃഗത്തിന്റെ തോലടാ, അഴുകി പറന്നവരാണടാ, മുഖങ്ങൾ നീന്തുന്ന ആളടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഊർക്ക് ഗുണമുള്ള തോളടാ. അടിപൊളി. അപ്പൊ സിനിമ ഇനി ഹിറ്റ് ആവട്ടെ, കോടികൾ കടന്നു പോട്ടെ. അത്ര നല്ല സിനിമയാണ്, അത്ര എൻജോയ് സിനിമ. താങ്ക് യു സോ മച്ച്.